മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. ലൈവില് വീക്കിലി ടാസ്ക് നടക്കുകയാണ്. പറക്കും തളിക എന്നൊരു ടാസ്ക്കാണ് ഇന്ന് ഇവർക്ക് നൽകിയിരിക്കുന്നത്. 3 ദിവസങ്ങളിലായിട്ട് വ്യക്തിഗത പോയിന്റിന് വേണ്ടിയുള്ള ടാസ്കുകളായിരിക്കും നടക്കുന്നത്. ഈ 3 ദിവസത്തെയും ടാസ്കുകളിൽ നിന്നും ഏറ്റവും കൂടുതൽ പോയിന്റുകൾ ലഭിക്കുന്നവർക്ക് ടിക്കറ്റ് ടു ഫിനാലെ ടാസ്കുകളിൽ ചില പ്രത്യേകതകൾ ഉണ്ടായിരിക്കും. എന്തായാലും പറക്കും തളിക എന്ന ഇന്നത്തെ വീക്കിലി ടാസ്ക് തൂക്കിയിരിക്കുന്നത് ആര്യൻ തന്നെയാണ്. ഇതുവരെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത മിക്ക ടാസ്കുകളിൽ വിജയിച്ച ഒരു കണ്ടസ്റ്റന്റ് ആണ് ആര്യൻ. ആര്യന്റെ ടാസ്കുകളിലുള്ള പെർഫോമൻസ് എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് കേട്ടോ. ഇൻഡിവിജ്വൽ ടാസ്ക് ആയതുകൊണ്ട് തന്നെ ഫൈറ്റ് ഒന്നുമില്ലാതെ വളരെ വൃത്തിക്ക് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ എല്ലാവർക്കും സാധിച്ചു. ടാസ്ക് വേറൊന്നുമല്ല, ഗാർഡൻ ഏരിയയിൽ എല്ലാവരും നിൽക്കണം. ബോളുകൾ വീഴുന്ന ഒരു ശബ്ദം കേൾക്കുമ്പോൾ പല ഭാഗത്തു നിന്നും ബോളുകൾ വീഴും. അത് ശേഖരിച്ച് സ്വന്തം പേരുള്ള ബാസ്ക്കറ്റിൽ നിക്ഷേപിക്കണം. 2 കളറുള്ള ബോളുകളായിരിക്കും മുകളിൽ നിന്നും വീഴുന്നത്, റെഡും യെല്ലോയും. റെഡ് ബോളിന് 3 പോയിന്റും യെല്ലോ ബോളിന് 1 പോയിന്റുമായിരിക്കും ലഭിക്കുന്നത്. ബസർ ടു ബസർ അല്ല ടാസ്ക്, അതുകൊണ്ട് തന്നെ എല്ലാവരും ക്ഷമയോടെ നോക്കി നിൽക്കണം. എപ്പോഴാണ് മുകളിൽ നിന്നും ബോൾ വീഴുന്നതെന്നും ഏത് ഭാഗത്താണ് വീഴുന്നതെന്നും അറിയില്ല. അതുകൊണ്ട് തന്നെ കാര്യക്ഷമതയും ഏകാഗ്രതയും വേണ്ട ഒരു ഗെയിം തന്നെയായിരുന്നു ഇത്. ടാസ്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ നെവീനും ഷാനവാസിനും ആരോഗ്യപരമായ എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അവർ കുറച്ചു നേരം പോയി റെസ്റ്റ് ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഗെയിമിൻ്റെ അവസാനം 36 പോയിന്റുകളോട് കൂടി ഈ ടാസ്കും തൂക്കിയിരിക്കുന്നത് ആര്യനാണ്. ആര്യൻ കളക്ട് ചെയ്തത് 10 റെഡ് ബോളുകളും 6 യെല്ലോ ബോളുകളുമാണ്. അങ്ങനെ ടോട്ടൽ 36 പോയിന്റ്. ആദില കളക്ട് ചെയ്തത് 3 മഞ്ഞ ബോളുകളാണ്. ആദിലയ്ക്ക് അതുകൊണ്ട് തന്നെ 3 പോയിന്റ്. അനീഷ് കളക്ട് ചെയ്തത് 6 ചുമപ്പ് ബോളുകളും 11 മഞ്ഞ ബോളുകളുമാണ്. ടോട്ടൽ 29 പോയിന്റാണ് അനീഷിന് ലഭിച്ചത്. നൂറ് കളക്ട് ചെയ്തത് 5 യെല്ലോ ബോളുകളും 1 റെഡ് ബോളുമാണ്. ടോട്ടൽ 8 പോയിന്റ്. ലക്ഷ്മിക്ക് ലഭിച്ചത് 3 ചുമപ്പ് ബോളുകളും 6 മഞ്ഞ ബോളുകളുമായിരുന്നു. 15 പോയിന്റാണ് ലക്ഷ്മിക്ക് ലഭിച്ചത്. ഷാനവാസ് കളക്ട് ചെയ്തത് 2 ചുമപ്പ് ബോളുകളും 11 മഞ്ഞ ബോളുകളുമാണ്. ഈ ടാസ്കിൽ നിന്നും ഷാനവാസിന് 17 പോയിന്റാണ് ലഭിച്ചത്. അനുമോൾ കളക്ട് ചെയ്തത് 1 ചുമപ്പ് ബോളും 4 യെല്ലോ ബോളുമാണ്. ടോട്ടൽ 7 പോയിന്റ്. അക്ബറിന് ലഭിച്ചത് 8 റെഡ് ബോളുകളും 8 യെല്ലോ ബോളുകളുമാണ്. 32 പോയിന്റാണ് അക്ബറിന് ലഭിച്ചത്. നെവീൻ കളക്ട് ചെയ്തത് 1 ചുമപ്പ് ബോളും 5 മഞ്ഞ ബോളുകളുമാണ്. 8 പോയിന്റാണ് നെവീന് ലഭിച്ചത്. സാബുമൻ കളക്ട് ചെയ്തത് 2 ചുമപ്പ് ബോളുകളും 6 മഞ്ഞ ബോളുകളും. 12 പോയിന്റാണ് സാബുമാന് ലഭിച്ചത്. അങ്ങനെ ഈ ടാസ്ക് കഴിയുമ്പോൾ ആദ്യത്തെ 3 സ്ഥാനങ്ങളിൽ നിൽക്കുന്നത് ആര്യൻ, അക്ബർ, അനീഷ്. ഇവർ 3 പേരുമാണ്. 3 ദിവസങ്ങളിലായിട്ടായിരിക്കും വ്യക്തിഗത പോയിന്റുകൾക്ക് വേണ്ടിയുള്ള ഇത്തരം ടാസ്കുകൾ നടക്കുക. അതുകൊണ്ട് ഈ പോയിന്റ് നില എപ്പോൾ വേണമെങ്കിലും മാറാവുന്നതാണ്. 3 ദിവസത്തെയും വ്യത്യസ്ത ടാസ്കുകൾക്ക് ശേഷം ഏറ്റവും കൂടുതൽ പോയിന്റ് ലഭിക്കുന്ന ഒരു വ്യക്തിക്ക് ടിക്കറ്റ് ടു ഫിനാലെയിൽ ടാസ്കുകളിൽ ചില പ്രത്യേകതകൾ ഉണ്ടായിരിക്കും. എന്തായാലും കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.